നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ പ്രമുഖ ദ്രാവിഡ കക്ഷിയായ AIADMKയിൽ ആഭ്യന്തര കലഹവും രാഷ്ട്രീയ പ്രതിസന്ധിയും കൂടുതൽ രൂക്ഷമാകുന്നു. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് പാർട്ടിയിലെ 3 വിമത MLA-മാർ രാജിവെച്ച് ഭരണകക്ഷിയായ മുഖ്യമന്ത്രി വിജയിയുടെ തമിഴക വെട്രിക്കഴകത്തിൽ ചേർന്നു. പാർട്ടിയിലെ ശക്തി കേന്ദ്രങ്ങളായ കൊങ്ങു മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഈ മറുകണ്ഠം ചാടൽ EPS നേതൃത്വത്തിന് കടുത്ത വെല്ലുവിളിയായിരിക്കുകയാണ്. ഈറോഡ് ജില്ലയിലെ പെരുന്തുറൈ MLA AS ജയകുമാർ, ചെങ്കൽപ്പെട്ട് ജില്ലയിലെ മധുരാന്തകം MLA മരകതം കുമാരവേൽ, തിരുപ്പൂർ ജില്ലയിലെ ധാരാപുരം MLA P സത്യഭാമ എന്നിവരാണ് തങ്ങളുടെ നിയമസഭാ അംഗത്വം രാജിവെച്ചത്. മൂവരും തമിഴ്നാട് നിയമസഭാ സ്പീക്കർ JCD പ്രഭാകറിന് രാജി സമർപ്പിക്കുകയും സ്പീക്കർ അത് ഉടനടി അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ TVK മന്ത്രി ആദവ് അർജുനയുമായി അദ്ദേഹത്തിന്റെ ചേംബറിൽ കൂടിക്കാഴ്ച നടത്തിയാണ് ഭരണപക്ഷത്തേക്ക് മാറിയത്. 3 പേരുടെ രാജിയോടെ തമിഴ്നാട് നിയമസഭയിൽ ADMKയുടെ ആകെ അംഗസംഖ്യ 44 ചുരുങ്ങി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്ന സംസ്ഥാന രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി വിജയുടെ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യ തികയ്ക്കാനായിരുന്നില്ല. തുടർന്ന് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, VCK, ഇടതുപക്ഷ പാർട്ടികൾ എന്നിവരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. തുടർന്ന് AIADMKയിലെ വിമത വിഭാഗവും വിജയ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള 25 MLA-മാർ അടങ്ങുന്ന വിമത ക്യാമ്പാണ് TVK സർക്കാരിന് പിന്തുണ നൽകിയിരുന്നത്. മെയ് 13-ന് നിയമസഭയിൽ നടന്ന നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പിൽ പാർട്ടി വിപ്പ് ലംഘിച്ച ഇവർ TVKയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം വിമത ചേരിയിൽ കടുത്ത ഭിന്നത രൂപപ്പെട്ടു. വിമത ക്യാമ്പിലുണ്ടായിരുന്ന 5 MLA-മാർ അടുത്തിടെ ഔദ്യോഗിക എടപ്പാടി പളനിസ്വാമി പക്ഷത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. ഇതോടെ പളനിസ്വാമിയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 27 ഉയരുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് 3 പേർ പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ച് TVKയിൽ ചേർന്നത്. 3 പേരുടെ രാജിയോടെ TVKയെ പിന്തുണയ്ക്കുന്ന വിമതപക്ഷത്തെ MLA-മാരുടെ എണ്ണം 25-ൽ നിന്ന് 17 കുറയുകയും ചെയ്തു. അതേസമയം പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിലോ വിപുലീകരണത്തിലോ AIADMK വിമത നേതാക്കൾക്ക് പദവികളോ മന്ത്രിസ്ഥാനങ്ങളോ TVK നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഭരണപക്ഷത്തേക്ക് മാറിയെങ്കിലും തങ്ങൾക്ക് മന്ത്രിസ്ഥാനങ്ങളിൽ താല്പര്യമില്ലെന്നാണ് മുതിർന്ന നേതാവ് SP വേലുമണി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. പാർട്ടി പിളർത്താൻ തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്നും എടപ്പാടി പളനിസ്വാമി തന്നെയാണ് തങ്ങളുടെ നേതാവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ അമ്മ ഭരണം സംസ്ഥാനത്ത് തിരികെ കൊണ്ടുവരാനാണ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ 234 സീറ്റുകളിൽ 108 സീറ്റിലാണ് TVK വിജയിച്ചത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK പിന്തുണയ്ക്കുന്നതെന്ന് സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ച കോൺഗ്രസ് ഇതര ഘടകകക്ഷികൾ അറിയിച്ചിരുന്നു. പിന്നീട് സഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ 25 വിമത AIADMK MLA-മാരും സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇതിനിടെ പാർലമെന്റിലെ നിർണായക വോട്ടെടുപ്പുകളിലും വരാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ഉറപ്പാക്കാൻ DMKയുടെ പിന്തുണ തേടാനാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. മുൻകാലങ്ങളിൽ BJP നയിച്ച മുന്നണിയുടെ ഭാഗമായിരുന്ന DMKയെ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ BJP ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ മണ്ഡല പുനർനിർണ്ണയം, സനാതനധർമ്മം തുടങ്ങിയ വിഷയങ്ങളിലെ വിരുദ്ധ നിലപാടുകൾ ഇരു പാർട്ടികളും തമ്മിലുള്ള സഹകരണത്തിന് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. നിലവിൽ പ്രതിസന്ധിയിലായ AIADMKയേക്കാൾ DMKയുമായി അടുക്കുന്നതാണ് ദേശീയതലത്തിൽ ഗുണകരമെന്നാണ് BJPയുടെ കണക്കൂട്ടൽ. പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുക എന്ന ലക്ഷ്യവും ഈ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ DMK തങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ BJP പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന TVKയെ പിന്തുണയ്ക്കാനായി കോൺഗ്രസ് തങ്ങളെ ഉപേക്ഷിച്ചതിനെ തുടർന്ന് കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തിയവരെന്നാണ് DMK വിശേഷിപ്പിച്ചത്. സഭയിൽ കോൺഗ്രസ് MPമാർക്കൊപ്പം ഇരിക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി DMK പുതിയ ഇരിപ്പിട സൗകര്യം ആവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് കത്തെഴുതിയത് ഈ അകൽച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു.